നമസ്കാരം, യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റെയിൽവേ മേൽപ്പാല സ്ഥലമേറ്റെടുപ്പ് ചർച്ച. തീരുമാനം അറിയിക്കാൻ 10 ദിവസത്തെ സമയം. അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗത നിയന്ത്രണം ഈ മാസം 23 മുതൽ. PC ജോർജിന്റെ വെളിപ്പെടുത്തലിനായി 23 വരെ കാത്തിരിക്കാമെന്ന് സരിത നായർ. ഞാൻ ദയാനന്ദൻ. വാർത്തകൾ വിശദമായി. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂവുടമകളുമായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മലപ്പുറത്ത് ചർച്ച നടത്തി. സ്ഥലം വിട്ടു നൽകാനുള്ള ഭൂവുടമകൾക്ക് തീരുമാനമറിയിക്കാൻ 10 ദിവസത്തെ സമയം അനുവദിച്ചു. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിന് ജില്ലാ ഭരണകാര്യാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം സംബന്ധിച്ച് പ്രതികരണം അറിയിക്കാൻ 10 ദിവസം സമയം നൽകി. സ്ഥലം വിട്ടു നൽകുന്നതിന് സമ്മത നൽകാതിരുന്നവരുമായി ജില്ലാ കളക്ടർ കെ ബിജുവിന്റെ അധ്യക്ഷതയിൽ നടത്തിയ ചർച്ച തുടർന്നാണ് സമയം അനുവദിച്ചത്. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് സബ് കളക്ടർ അമിത് മീണയെ ചുമതലപ്പെടുത്തി. സബ് കളക്ടർ ആഴ്ചയിലൊരിക്കൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തും. പെരിന്തൽമണ്ണ തഹസിൽദാർ ദിവസവും നിർമ്മാണ സ്ഥലം സന്ദർശിക്കും. ജനങ്ങളുടെ പരാതികൾ പഠിക്കുന്നതിനും അറിയുന്നതിനുമായി പ്രൊജക്ട് മാനേജറെ നിയമിക്കാൻ ജില്ലാ കളക്ടർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് വികസന കോർപ്പറേഷന് നിർദ്ദേശം നൽകി. ADM MT ജോസഫ്, സബ് കളക്ടർ അമിത് മീണ, അസിസ്റ്റന്റ് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ കല്യാണിക്കുട്ടി, തഹസിൽദാർ VJ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഉമ്മർ അറക്കൽ, അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കോറാടൻ റംല എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മേൽപ്പാല നിർമ്മാണം നടക്കുന്ന അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗത നിയന്ത്രണം 23 മുതൽ നിലവിൽ വരും. ആദ്യഘട്ടത്തിൽ ഹെവി വാഹനങ്ങളാണ് വഴിതിരിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങാടിപ്പുറത്ത് നടന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഈ മാസം 23 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമായത്. മേൽപ്പാല നിർമ്മാണം നടക്കുന്ന അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി 23 മുതൽ അങ്ങാടിപ്പുറം വഴിയുള്ള കണ്ടെയ്നർ ലോറികളുടെ ഗതാഗതം നിയന്ത്രിക്കും. ഗ്യാസ് ടാങ്കറുകളും വാഹനങ്ങൾ വഹിച്ചുകൊണ്ടുപോകുന്ന വലിയ കണ്ടെയ്നർ ലോറികളും ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി വഴിതിരിച്ചുവിടും. ഇത്തരം വലിയ വാഹനങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നവ വള്ളുംപുറത്തു നിന്നും തിരിഞ്ഞ് മഞ്ചേരി വഴി മണ്ണാർക്കാട് കുമരമ്പത്തൂരിലൂടെ ഹൈവേയിൽ പ്രവേശിക്കണം. പാലക്കാട് നിന്നും വരുന്ന ഹെവി കണ്ടെയ്നർ ലോറികൾ ഒറ്റപ്പാലം വളാഞ്ചേരി വഴി കോഴിക്കോട് ദേശീയപാതയിൽ പ്രവേശിക്കണം. ഈ ഗ്യാസിന്റെ ട്രക്കുകൾ, അതുപോലെ തന്നെ വലിയ ലോറികളൊക്കെ സാധനങ്ങളൊക്കെ കയറ്റി വരുന്ന ലോറികൾ, കണ്ടെയ്നറുകൾ, ഇതെല്ലാം നമ്മൾ ആ ഒരു വേറെ രീതിയിലേക്കാണ് മാറ്റാനുള്ള. പിന്നെ വേറെ പാലക്കാട്, പിന്നെ ഒറ്റപ്പാലം, വളാഞ്ചേരി, കൊപ്പം, ആ വഴി അങ്ങനെ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പോകാനുള്ള പിന്നെ ഇതാണ് ചെയ്യുന്നത്. മറ്റുള്ള ചെറിയ ട്രക്കുകളൊക്കെ പിന്നെ കുമരമ്പത്തൂരിൽ നിന്ന് നേരെ പിന്നെ മഞ്ചേരി വഴി നമ്മുടെ പിന്നെ വള്ളുവമ്പുറത്തേക്ക് പിന്നെ പോകും. ഗതാഗത നിയന്ത്രണം പാലിക്കാതെ കടന്നുവരുന്ന വാഹനങ്ങൾ അതാത് കേന്ദ്രങ്ങളിൽ പിടിച്ചിടാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, പാലക്കാട് ജില്ലാ കളക്ടർമാർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. റെയിൽവേ ഗേറ്റ്, തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്നിവിടങ്ങളിലെ ബസ് സ്റ്റോപ്പുകളിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ബസ്സുകൾ ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാത്ത രീതിയിലാക്കാനായി AR ക്യാമ്പിൽ നിന്നും 23 മുതൽ കൂടുതൽ പോലീസിനെ നിയമിക്കും. ചെറിയ വാഹനങ്ങൾക്കിപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. വലമ്പൂർ പട്ടിക്കാട് റോഡ്, പെരിയാപുരം ചെറുകര റോഡ് എന്നിവ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഇവിടേക്കുള്ള ചെറുവാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടാനാണ് പദ്ധതി. തന്റേതെന്ന പേരിൽ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ ഉറവിടം 23 വെളിപ്പെടുത്തുമെന്ന് ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞ സാഹചര്യത്തിൽ 23 വരെ കാത്തിരിക്കുമെന്ന് സരിത നായർ. സോളാർ തട്ടിപ്പ് കേസിൽ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരായ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സരിത. സരിത നായരുടേതെന്ന പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളുടെ ഉറവിടം ഈ മാസം 23 വെളിപ്പെടുത്തുമെന്ന ചീഫ് വിപ്പ് PC ജോർജിന്റെ പ്രസ്താവനയോടെ സരിതയുടെ പ്രതികരണം ഇങ്ങനെ: സാറ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, എന്താണ് കാര്യം എന്നറിയില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം 23rd വരെ. പിന്നെ അദ്ദേഹത്തിന് ഇനി നമ്മളിപ്പം ഇതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു കോൺഫിഡൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ പൊളിറ്റിക്സിൽ നിൽക്കുന്നവർക്കായിരിക്കുമല്ലോ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നോക്കാം എന്നുള്ളതാണ്. വീഡിയോ ദൃശ്യങ്ങൾ ചോർന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ദൃശ്യങ്ങളുടെ ഉറവിടം അറിയില്ലെന്നും സരിത പറഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിയായ ഡോക്ടർ മുബാറക് നൽകിയ സോളാർ തട്ടിപ്പ് കേസിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാകാനാണ് സരിത ചൊവ്വാഴ്ച പെരിന്തൽമണ്ണയിൽ എത്തിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിറവർണ്ണ തീരമോ മായതൻ ലോകമോ പുതുമ നിറയുന്നൊരീ
കുടുംബത്തിന്റെ സന്തോഷം ജീവിതത്തിലുടനീളം. റീഗൽ ഡേ ടു ഡേ, ഷറഫിയ, ജിദ്ദ. Get the skills, get the job. Arena Animation. Learn from the leader. യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട് മത്സരത്തിലേക്ക് മത്സരാർത്ഥികളെ ക്ഷണിക്കുന്നു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. നിങ്ങൾ പാടിയ ഒരു മാപ്പിളപ്പാട്ടിന്റെ വീഡിയോ ഫയൽ ഞങ്ങൾക്ക് അയച്ചു തരിക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9809605098. യൂട്യൂബ് ചാനലിൽ ഉടൻ ആരംഭിക്കുന്നു സംസ്കൃത പവകൻ, ഒരു മാപ്പിളപ്പാട്ട് മത്സരം. 3 ദിവസമായി നടക്കുന്ന മങ്കട ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേള സമാപിച്ചു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 2000-ലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. 2014-15 വർഷത്തെ മങ്കട ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേള സമാപിച്ചു. 18, 20, 21 തീയതികളിലായി മങ്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്രമേളയിൽ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 2500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തിങ്കളാഴ്ച നടന്ന പ്രവൃത്തി പരിചയ തത്സമയ മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. അങ്ങാടിപ്പുറത്ത് നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ മാതൃകയും ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ, പരമ്പരാഗത കൈത്തറി ഉൽപ്പന്നങ്ങളുടെ മാതൃക തുടങ്ങിയവയെല്ലാം മേളയിൽ സ്ഥാനം പിടിച്ചു. ഇന്നലെയും ഇന്നും പ്രദർശന മത്സരങ്ങളും ഓൺ ദി സ്പോട്ട് മത്സരങ്ങളുമാണ് നടക്കുന്നത്. മങ്കട സബ് ജില്ലയിലെ മിക്കവാറും എല്ലാ സ്കൂളുകളും തന്നെ ഇതിൽ പങ്കാളികളായിരുന്നു. വളരെ നല്ലൊരു പ്രതികരണമാണ് കുട്ടികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. സമാപന ദിവസമായ ചൊവ്വാഴ്ച നടന്ന സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളയും IT മേളയും ശ്രദ്ധേയമായി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സെമിനാറിൽ മാലിന്യ നിർമ്മാർജ്ജന കർമ്മ പദ്ധതി രൂപീകരിച്ചു. വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്കാണ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ രൂപം നൽകുന്നത്. ഓരോ വാർഡുകളിലും മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഒരു ശുചിത്വ കൌൺസിൽ രൂപീകരിക്കും. തുടർന്ന് സർവേ, ഗൃഹസന്ദർശനം, ശുചിത്വ ബോധവൽക്കരണം എന്നിവ നടത്തി മാലിന്യം ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. പെരിന്തൽമണ്ണയിൽ നടന്ന ഏകദിന ശില്പശാലയും കർമ്മ പദ്ധതി രൂപീകരണ യോഗവും പൊന്നാനി MLA P. ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ലോകത്തെ ഏതൊരു വികസിത രാജ്യങ്ങൾക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള നേട്ടം ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ടെന്നത് ശരിയാണ്. നമുക്കതിൽ അഭിമാനിക്കാം. പക്ഷേ ഈ അഭിമാനത്തിന്റെ മറുപടം ഈ വളർച്ചയുടെ ഇടയിൽ പൊതുവെ കേരളീയ സമൂഹം വിട്ടുപോയ ഒരു മേഖലയാണ് ഈ മാലിന്യം കൊണ്ട് എന്ത് ചെയ്യണം എന്നത്. നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നതിൽ നമുക്ക് വലിയ മത്സരബുദ്ധിയാണ്. കേരളത്തിന്റെ പുറത്തു പോയാൽ നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം അത്ഭുതകരമാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാവും. നഗരസഭാ ചെയർപേഴ്സൺ നിഷി അനിൽരാജ് അധ്യക്ഷം വഹിച്ചു. നഗരസഭാ സെക്രട്ടറി TS സൈഫുദ്ദീൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CK ബുധരാജ്, കൌൺസിലർമാരായ T സരോജിനി, B മോഹനൻ എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ M മുഹമ്മദ് സലീം കർമ്മ പദ്ധതി അവതരിപ്പിച്ചു. MK ശ്രീധരൻ ശുചിത്വ വാർഡ് പ്രവർത്തന കലണ്ടർ അവതരിപ്പിച്ചു. പ്രൊഫസർ രാമചന്ദ്രൻ, കൃഷി ഓഫീസർ മാരിയത്ത് ഖിപ്തിയ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. അങ്ങാടിപ്പുറം തിരൂർക്കാട് ടൗണിൽ മഴ പെയ്താൽ കടകളിലേക്ക് വെള്ളം കയറുന്നതായി പരാതി. വെള്ളം ഒഴുകിപ്പോകുന്ന അഴുക്കുചാലിൽ ചെളി നിറഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനെ തുടർന്ന് നിരവധി കടകളിലേക്ക് വെള്ളം കയറിയിരുന്നു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന തിരൂർക്കാട് ടൗണിലാണ് മഴ പെയ്താൽ കടക്കാർ ദുരിതത്തിലാവുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള അഴുക്കുചാൽ നിറയെ ചെളിയും മണ്ണും നിറഞ്ഞതിനാൽ വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്ന് മഞ്ചേരി മലപ്പുറം റോഡുകളുടെ ജംഗ്ഷനിലെ നിരവധി കടകളിൽ വെള്ളം കയറി. ബേക്കറികളിലും പലചരക്ക് കടകളിലും വെള്ളം കയറിയതിനാൽ നിരവധി ഉൽപ്പന്നങ്ങൾ നശിച്ചതായി കട ഉടമകൾ പറയുന്നു. യഥാസമയം അഴുക്കുചാൽ വൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. മിനിഞ്ഞാന്നുണ്ടായ അതിശക്തമായ മഴയിൽ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനറി കടകള്, ഹോട്ടലുകള്, മറ്റു കടകളിലെല്ലാം വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ പോലും വെള്ളം കയറുന്ന ഒരവസ്ഥ ഈയിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി
ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പറയാനുള്ളത്. സമീപത്തെ നമസ്കാര പള്ളിയുടെയും ചെറിയ വീടുകളുടെയും സ്ഥിതി മറിച്ചല്ല. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയെ തുടർന്ന് പള്ളിയിലേക്കും അഴുക്കുവെള്ളം കയറിയതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സമീപത്തെ പപ്പട നിർമ്മാണം നടത്തുന്ന വീട്ടിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതായും പരാതിയുണ്ട്. പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ മേൽപ്പാല സ്ഥലം ഏറ്റെടുപ്പ് ചർച്ച. തീരുമാനമറിയിക്കാൻ 10 ദിവസത്തെ സമയം. അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗത നിയന്ത്രണം ഈ മാസം 23 മുതൽ. PC ജോർജിന്റെ വെളിപ്പെടുത്തലിനായി 23 വരെ കാത്തിരിക്കാമെന്ന് സരിത നായർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.